ഓണപ്പൂവും ഓണപ്പൂക്കളവും ഓണസദ്യയും ഒക്കെയായിട്ട് ഒരു പൊന്നോണം കൂടി വരവായി. എല്ലാവരും ഓണപ്പുടവ വാങ്ങുവാനും ഓണസദ്യ ഒരുക്കുവാനും ബന്ധുവീടുകളിൽ പോകുവാനും ഒക്കെ തിരക്ക് കൂട്ടുന്ന ഒരു പൊന്നോണ സമയമാണിത്. അപ്പം ഈ പൊന്നോണക്കാലം നമ്മുടെ മീഡിയ നെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും ഒക്കെ നിറഞ്ഞതാവട്ടെ. നമ്മുടെ ഓണക്കാലത്ത് നമ്മുടെ മീഡിയ നെറ്റ് പ്രേക്ഷകർക്കായിട്ട് നിരവധി കലാപരിപാടികളാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയൊരു കലാപരിപാടിയാണ് നമ്മുടെ ഓണവർത്തമാനത്തിന്റെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ അതിഥികളായവരുടെ വിശേഷങ്ങളാണ് ഇന്ന് ഈ ഓണവർത്തമാനം എപ്പിസോഡിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അത് രാജേഷ് അടിമാലി, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം. മീഡിയ നെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഇന്ന് നമ്മുടെ മീഡിയ നെറ്റിനോടൊപ്പം ഓണവർത്തമാനത്തിൽ അതിഥികളായി ചിലർ വന്നിട്ടുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അടിമാലി സ്വദേശിയും നമുക്കൊക്കെ പ്രിയങ്കരനുമായ ഒരു സർവകലാവല്ലഭനാണ് രാജേഷ് അടിമാലി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവരെയും ഓണവർത്തമാനത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഓണവർത്തമാനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ ഓണം ഇങ്ങെത്തി. അപ്പം എന്തൊക്കെയാണ് രാജേഷ് ചേട്ടാ പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. കാരണം ഇപ്പൊ നമ്മുടെ അടുത്ത് നല്ല നല്ല ഷോസുകൾ ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് നമ്മുടെ ഓണം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് ഞാൻ നാട്ടിലില്ല, അയർലൻഡിൽ ഷോയ്ക്ക് പോകണം. അയർലൻഡ് UK ഒരു മാസം കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് എല്ലാവരും ഒത്തുകൂടിയേക്കണത്. ഈ ഡ്രസ്സിങ്ങിനും കാര്യങ്ങളൊക്കെ വന്ന് ഞങ്ങൾ ഓരോ ഫോട്ടോഷൂട്ടൊക്കെ എല്ലാം കഴിഞ്ഞ് ആ ഓണത്തിന് സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോട്ടോഷൂട്ടും വീഡിയോ എല്ലാം എടുത്ത് വെച്ചേക്കണത്. അന്നേരമാണ് നിങ്ങളുടെ എൻട്രി. അത് വളരെ നമ്മൾ എടുത്തതിനേക്കാളും അതും കുറച്ചും കൂടി ത്രിമധുരമായി. അതെ 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 അതെ. ഇപ്പം എല്ലാരും കൂടെ ഒന്ന് കൂടി ഇപ്പൊ ഒരു ഓണസദ്യ പോലെയായി അല്ലേ, എല്ലാരും കൂടെ കൂടിയിട്ട്. അത് എന്റെ അമ്മയാണ്. അതെ അതെ. മൂത്ത മകനാണ് എൻ്റെ. ഇത് വൈഫിന്റെ അച്ഛൻ, വൈഫിന്റെ അമ്മ. അച്ഛന്റെ പേര് ബേബി എന്നാണ്, അമ്മയുടെ പേര് നിർമ്മല, എൻ്റെ അമ്മയുടെ പേര് ചന്ദ്രിക എന്നാണ്. ഇതെന്റെ ഇളയവൻ ധ്രുവൻ. ഇത് രാഹുലിന്റെ മൂത്ത മകള് ദക്ഷ. ഇതെന്റെ വൈഫ്. ഇത് ഞങ്ങളുടെ ആങ്കർ. ഇതെന്റെ അനിയന്റെ വൈഫ് അശ്വതി, രാഹുല്. എന്റെ അനിയന്റെയും എന്റെ വൈഫിന്റെ സെയിം പേര് അശ്വതി എന്നാണ്. ഇനി ഒരാളെ കൂടെ ഞാൻ പരിചയപ്പെടുത്താറുണ്ട്. ഞങ്ങളുടെ ചെറിയ ചെറുക്കനുണ്ട്, അവനെ കാണാം. ഇവിടെ ഇതാണ് നമ്മുടെ അതിഥിയുടെ പേരെന്താണ്? ഇക്രു. ഇവനാണ് ഞങ്ങളുടെ അതിഥി. കുടുംബത്തിലെ ഒരു അംഗമാണല്ലേ? ഞങ്ങളുടെ എന്റെ ഇളയ ഇവനെ കഴിഞ്ഞിട്ടുള്ള ചെറുക്കനെ പോലെ ഇവനെക്കാളും പൊക്കവും വലിപ്പവും ഇവനുണ്ട്. അതെ, ഇക്രു ഓണത്തിന്റെ ഒരു മൂഡില, ഒരു വൈറ്റ്. ഇവനെ കൊണ്ട സമയത്ത് ഇവർക്ക് എല്ലാവർക്കും ഓണക്കോടി മേടിച്ചു കൊടുത്തു. ഇവര് മേടിച്ചു കൊടുത്തില്ല. ഞങ്ങൾ പട്ടി 2 ദിവസത്തേക്കാണ് നമ്മുടെ ഇക്രു ഭക്ഷണം പോലും കഴിക്കുക. അതുകൊണ്ട് ഞാൻ കടയിൽ പോയി ഒരു ഷർട്ടും അവനൊരു മുണ്ടും മേടിച്ചു. ഇവർക്ക് എല്ലാവർക്കും മേടിച്ച സമയത്ത് ഈ വർഷം അല്ല, കഴിഞ്ഞ വർഷം മേടിച്ചില്ലാത്തതുകൊണ്ട് പുള്ളി ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കില്ല, ഒന്നുമില്ലാതെ തളർന്നു കിടക്കുക. നമ്മൾ വർത്തമാനം പറഞ്ഞാലൊന്നും റിപ്ലൈ ഒന്നുമില്ല. പിന്നെ അതിന് ഇവിടെ എന്നോട് പറഞ്ഞു, ചേട്ടാ ചിലപ്പം നമ്മളെല്ലാം ഡ്രസ്സ് മേടിച്ചില്ല, അപ്പൊ ഇവന് മേടിക്കാൻ. ആ ഡ്രസ്സ് മേടിച്ച് ഇടിച്ചതിന് ശേഷമാണ് പുള്ളി ഹാപ്പി ആയത്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം രാജേഷ് ചേട്ടൻ ഇപ്പം അടുത്തതായിട്ട് പോകാൻ പോകുന്നത് അയർലൻഡിലേക്കാണ്. അപ്പൊ ഇങ്ങനെ പല ഇടങ്ങളിൽ ചുറ്റിക്കറങ്ങി നടന്ന് ഷോ ചെയ്യുന്ന തിരക്കേറിയ ഒരു കലാകാരനാണ്. അപ്പൊ അങ്ങനെ പോയപ്പോ അങ്ങനെ എവിടുന്നേലും മേടിച്ചിട്ട് വന്നാണോ? അല്ല, ഇത് എനിക്കൊരു ബ്ലാക്ക് കളർ പഗ് ഉണ്ടായിരുന്നു. അത് ഒരു ഡിസീസ് വന്ന് മരിച്ചുപോയി. അപ്പം ഞങ്ങൾക്ക് ശരിക്കും വീട്ടിൽ ഞാൻ വരുമ്പോൾ നമുക്ക് ശരിക്കും ഹാപ്പി ആവണത് ഈ മക്കളും ഈ ഡോഗൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടും. അതെ, ചുരുക്കം ചില സമയങ്ങളിലാണല്ലോ. അതെ, വീട്ടിൽ. കാരണം ഇതുങ്ങളുടെ സ്നേഹം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, ഒരു ശകലം ഭക്ഷണം കൊടുത്താൽ നിങ്ങളുടെ സ്നേഹം ഭയങ്കരമാണ്. അപ്പൊ അവൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറിയ സങ്കടം വന്നു. അപ്പൊ അങ്ങനെ ഞാൻ കൊല്ലത്ത് പോയിട്ട് ഇവനെ മേടിച്ചാണ്. സർട്ടിഫൈഡ് ആണ്. ഇവന്റെ അപ്പനും അമ്മയൊക്കെ മറ്റേ ചാമ്പ്യനാണ്. വലിയ വലിയ ഷോസുകളിൽ ചാമ്പ്യനാണ്. എന്തായാലും പരിശീലിപ്പിക്കുന്നുണ്ടോ? എല്ലാം ചെയ്യും. കാണാ ഒരു ഹലോ എന്നേ, ഈ കൈ ഹലോ, ഒരു ഹൈഫൈ എന്നേ, അച്ഛക്കൊരു ഉമ്മ. എന്തായാലും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കത്. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെയാണ് രാജേഷ് ചേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങൾ. നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു. രാജേഷ് ചേട്ടനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനും ഒരു കലാകാരനാണ്, ഗായകനാണ്. അദ്ദേഹത്തിന്റെ പേര് രാഹുൽ അടിമാലി എന്നാണ്. രണ്ടുപേരും ഓക്കെ. അപ്പൊ എന്നാലും തീർച്ചയായിട്ടും നമുക്ക് ഇത് തുടങ്ങുമ്പോ തന്നെ നമുക്കൊരു സംഗീതത്തോടു കൂടി തുടങ്ങാം. രണ്ടുപേരും ഒന്നിച്ച് എല്ലാരും ഒന്നിച്ച് പാടുവോ, അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് പാടിയാലും കുഴപ്പമില്ല. തിരുവാമണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ
മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അതിമനോഹരമായിട്ട് തന്നെ പാടി. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ടുപേരും മാത്രമല്ല കലാകാരന്മാര്, ഇവിടെ ഫാമിലി സഹിതം എല്ലാവരും തന്നെ കലാകാരന്മാരാണ്. നമ്മുടെ അമൃത ടിവിയിലെ സൂപ്പർ ഫാമിലി അല്ലേ, എനിക്ക് തോന്നുന്നു സൂപ്പർ ഫാമിലി ഷോയിൽ പങ്കെടുത്ത് വിന്നറായ ഒരു ഫാമിലിയാണ്. അത് കാരണം ഒന്നിനൊന്ന് മികച്ച കലാകാരനും കലാകാരികളുമാണ് എല്ലാവരും. അപ്പം കഴിഞ്ഞ ദിവസം കൂടെ നമ്മള് കേരള വിഷന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു നമ്മള് കണ്ടുള്ളൂ. അപ്പം അന്ന് തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി, തിരക്കേറിയ കലാകാരനായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്, സന്തോഷമുണ്ട്. അപ്പൊ അടുത്ത ദിവസം അയർലൻഡില് പ്രോഗ്രാമിന് പോവുകയാണെന്ന് പറഞ്ഞു. എന്ത് പ്രോഗ്രാമാണ് അയർലൻഡില്? അയർലൻഡ് മലയാളി അസോസിയേഷൻ ഓണത്തിന്റെ പരിപാടിയാണ്. ഫസ്റ്റ് പരിപാടി അയർലൻഡ് ദ്രോഹഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദ്രോഹഡ അയർലൻഡിലെ ഏറ്റവും എൻഡായ ഉള്ള സ്ഥലം ദ്രോഹഡ. അതിന്റെ ഒരു അതിർത്തി, അപ്പുറത്തെ രാജ്യത്തിനുള്ള അതിർത്തിയാണ് ദ്രോഹഡ എന്ന് പറഞ്ഞത്. അവിടെയാണ് പരിപാടി. 24-ാം തീയതി വേറൊരു സ്ഥലത്ത്. പിന്നെ അങ്ങനെ ഒരു 10-ാം തീയതി വരെ ഞങ്ങൾ അയർലൻഡിലുണ്ട്. അതായത് സെപ്റ്റംബർ 10-ാം തീയതി വരെ അയർലൻഡിലുണ്ട്. 11-ാം തീയതി തൊട്ട് UK-ലാണ്. ചേട്ടാ, നമ്മള് ഈ വന്ന ഒരു വഴികൾ പരിശോധിക്കുമ്പോൾ ഇപ്പം ഏകദേശം ഒരു 20 വർഷമായി കാണുമോ നമ്മൾ ഈ ഒരു മേഖലയിൽ? ഒരു 15-17 വർഷമായി ഏകദേശം. എന്നാലും അത്രയും ഒരു വർഷമായി. അപ്പം നമ്മൾ ആ തുടക്കത്തിൽ നിന്ന് ഇന്ന് വരെ എത്തി നിൽക്കുമ്പോ ഒരു ബാക്കിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നോക്കിയാൽ എത്രത്തോളം അത് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? കലാഫീൽഡിൽ വന്നുകൊണ്ടാണ് ഞാൻ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് മിമിക്രിയിലും പാട്ടിലൊക്കെ. ഇപ്പോഴും ഒത്തിരി ആളുകൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഞാൻ ഈ ഫീൽഡ് വന്നിട്ട് സ്വന്തമായിട്ട് നമുക്കൊരു വീട് വെക്കാൻ പറ്റിയാണ് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ സംബന്ധിച്ച്. അതിനുശേഷം ഇഷ്ടംപോലെ ഷോസുകൾ കിട്ടി. നമുക്ക് ഒന്ന് സെറ്റിൽഡ് ആവാനുള്ള ഒരു അവസരം ദൈവം തന്നു ഈ കലാഫീൽഡ് കൊണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ 10-21 രാജ്യങ്ങളിൽ പ്രോഗ്രാം ചെയ്യാൻ. അതാണ് ഞാൻ ഇപ്പം പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുമ്പോഴാണല്ലോ ഇവിടെ ഇല്ല എന്ന് പറയും. ഇപ്പൊ തന്നെ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അടുത്ത ദിവസം തന്നെ എയർലൻഡിന് പോവുകയാണ്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ 10-21 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതിൽ ഗൾഫ് കൺട്രീസ് ഫുള്ള് പോയി. ദുബായ്, മസ്കറ്റ്, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, സൗദി, എല്ലാം ഗൾഫ് രാജ്യങ്ങൾ ഫുള്ള് എല്ലായിടത്തും ഷോസ് ഫുള്ളെല്ലാം പോയി. അതിനുശേഷം പിന്നെ പോയത് സൗത്ത് ആഫ്രിക്ക പോയി, പിന്നെ അയർലൻഡ് പോയി. ഇതിനു മുമ്പ് അയർലൻഡ് പോയി, UK പോയി, ഓസ്ട്രേലിയ പോയി, ന്യൂസിലാൻഡ് പോയി. ആദ്യം കുറച്ച് രാജ്യങ്ങളെല്ലാം, കാരണം അമേരിക്ക ഒക്കെ പോയി. കാരണം നമ്മൾ ഒരിക്കലും സ്വപ്നം കാണുന്ന സ്ഥലമാണ് അമേരിക്ക. കലാകാരന്മാരെ സംബന്ധിച്ചും എല്ലാ മനുഷ്യരെ കുറിച്ച് സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന സ്ഥലമാണ് അമേരിക്ക. അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. വിസ അടിക്കാനും നമുക്ക് പോകാനൊക്കെ പാടാണ്. ഇപ്പൊ ഒക്ടോബർ 15-ാം തീയതി ഞാൻ അമേരിക്ക ഷോസ് പോകുന്നുണ്ട്. ശരിക്കും നവ്യ നായര് ഒക്കെ ഉള്ള വലിയൊരു ഷോസാണ്. അപ്പൊ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കലാകാരന്മാരുടെ കൂടെയും ഗായകരുടെ കൂടെ ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇങ്ങനെയുള്ള ഷോസ് എന്ന് പറയുന്നത്. ഇപ്പം രാജേഷ് ചേട്ടനെ പറ്റി അല്ലെങ്കിൽ രാഹുൽ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിലും രണ്ടുപേരും ഗായകരാണ്. അതുപോലെ തന്നെ രാജേഷ് ചേട്ടൻ ഈ അനുകരണ അവതരണത്തില് പാട്ടിലും അപ്പുറം മിമിക്രിയാണ് അധികം മെയിൻ പോണത്. ഞാൻ വിധു പ്രതാപിന്റെ കൂടെ ആയാലും മധുബാലകൃഷ്ണൻ, ജാസിഫിന്റെ ഷോയ്ക്കായാലും അവരെ ഷോയുടെ ഹോസ്റ്റായിട്ട്, അതായത് ആങ്കറായിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് 1 man ഷോ. അപ്പൊ അവരൊക്കെ വോയിസിൽ പാടുന്നതാണ്. അപ്പൊ അവരെ അടുത്ത് അവരെ വോയിസിലൊക്കെ പാടും. അതെ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് അവരുടെ ഏറ്റവും കൂടുതൽ ചേട്ടൻ ഷോസിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഇരുന്ന് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു അനുകരിക്കുന്ന വോയിസ് ഒന്ന്? ജാസ് ചേട്ടനെ നിർത്തിയിട്ട് ഞാൻ അടുത്തിരുത്തിട്ടാണല്ലോ വോയിസ് പാടും. പാട്ടം നമുക്ക് കേട്ടാലോ? അന്നക്കിളി നീ എന്നിലെ വണ്ണക്കനവേറി വന്ന കന്നിക്കിളി നീ എന്നിൽ പൊന്തോവൽ വീശി നിന്ന് മന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കുയിലായി നീ പാറി തുള്ളിത്തിരതുള്ളും തുള്ളാരക്കാറ്റിൽ മാനായി മാറി വണ്ണക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്ന. അടിപൊളിയായിട്ട് പാടി. അടുത്തതൊരു വോയിസിൽ പാടിയ ആക്ടർ ലാലിന്റെ വോയിസ്. ബൾഫിലി കൊഴുക്കണ പെണ്ണ് ഷകനായി കേക്കുന്ന കണ്ണ് തക്കത്തപല പെരുക്കണ കൂടെ സാരംഗി പാടുന്ന കണ്ണ് തല മുഴക്കണ സതിരി കൊട്ടിപ്പാട്ടില് മയങ്ങണ രാവ്
നാളെ വെളുപ്പിന് നേരം കാത്ത് വർണ്ണക്കനവുകൾ പെയ്യണമാരൻ മഫില് കൊഴുക്കണ് പെണ്ണെ ഷകനായി കേൾക്കുന്ന കണ്ണെ തക്ക തബല പെരുക്കണ് കൂടെ സാരംഗി പാടുന്ന കണ്ണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇവരെല്ലാം നിർത്തി അടുത്ത് നിന്നിട്ട് അവര് വോയിസിൽ പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായിരുന്നു. ഭംഗിയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുലിയേട്ടനിലേക്ക് വരുവാണെങ്കിൽ, രാഹുലിയേട്ടൻ സംഗീതം മാത്രമാണോ അതോ രാജേഷിനെ പോലെ മിമിക്രി രംഗങ്ങളിൽ അതെങ്ങനെയാണ്? സംഗീതം മാത്രമേ ഉള്ളൂ, പാട്ട് മാത്രമേ ഉള്ളൂ. എന്താണ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുവാണോ? നമുക്കിങ്ങനെ പുറത്തേക്ക് വരണ്ടേ? പക്ഷെ അറിയാം, നമ്മുടെ എല്ലാവർക്കും തന്നെ രാഹുലിയേട്ടനും ഒരു വീട്ടിലെ 2 സഹോദരങ്ങൾ ഇങ്ങനെ കലാകാരന്മാരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്, ഭാഗ്യമാണ്. അപ്പം എന്താണ് ഇങ്ങനെ ഷോസിൽ പങ്കെടുത്ത അങ്ങനെയാണോ തിരക്കുകൾ? ഇപ്പൊ എങ്ങനെയാണ്? പുറത്തുണ്ട്. എന്താണോ എക്സ്പീരിയൻസ്? എവിടെയൊക്കെ പോയിട്ടുണ്ട്? പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ചെറുപ്പത്തില് സ്കൂളിലൊക്കെ മിമിക്രി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് രാജേഷ് ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ അനുകരിച്ചാണ് ചെയ്തിട്ടുള്ളത് ഉള്ളൂ. പിന്നെ പാട്ട് ലളിതാനത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. കൂടുതൽ ഇമ്പം സംഗീതത്തോടാണ്. അപ്പം ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ചേട്ടൻ? ഞാൻ ദുബായിലാണ് ആദ്യമായിട്ട് പോയത്. ദുബായിൽ ഒരു മാസം ഉണ്ടായിരുന്നു. കുവൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനെ സംഗീത പരിപാടികൾ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ഈ ഓണത്തിനോടനുബന്ധിച്ച് ഇനി എന്തൊക്കെയാണോ പ്രോഗ്രാമുകൾ, നമ്മുടെ ഷോസ് ഒക്കെ? എന്റെ ഷോ ഉണ്ട്, ഇനി ഓണത്തിന് ഷോ ഉണ്ട്. നമുക്കെന്നാ ഒരു 2, 3, 4, 5 അങ്ങനെ ഡേറ്റിലെല്ലാം പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ഓണത്തിന്റെ ചില പരിപാടി. ഓക്കെ ഓക്കെ. നമുക്കെന്നാ ഒരു പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനാ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. ഇപ്പം രാജേഷിനും രാഹുലിയേട്ടനും രണ്ടുപേരും നോക്കുകയാണെങ്കിൽ കലാകാരന്മാരാണ്, അറിയപ്പെടുന്ന കലാകാരന്മാരാണ്. അപ്പം ഈ ഒരു സംഗീതം അല്ലെങ്കിൽ മിമിക്രി, ഇങ്ങനെ ഒരു കലാപരമായ കഴിവുകൾ എവിടുന്നാണ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിലാർക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെയുള്ള കഴിവുകൾ ഉള്ള ആൾക്കാരാണോ? അതെ അതെ, അച്ഛനും പാടും, അമ്മയും പാടും. എല്ലാരും ചെറുതായിട്ടൊക്കെ പാടും. അമ്മ അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടും. അമ്മ ഞങ്ങളോടെ അമൃതയിലെ ഷോയ്ക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. അവിടത്തെ ഉള്ള ജഡ്ജസ് മിയയ്ക്കും മറ്റു സ്വാസിയൊക്കെ ഞെട്ടിപ്പോയി ഇതുപോലെ പെർഫോം ചെയ്തിട്ടൊരു പ്രിൻസിപ്പൾ അല്ലേ അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടിരുന്നു. പ്രിൻസിപ്പളിന്റെ ഒരു സാധനം ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് എല്ലാരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു. അമ്മ എങ്ങനെയാണ് നമ്മുടെ ഈ കലാകുടുംബത്തില് ഇപ്പം ജീവിക്കുമ്പോൾ ഉള്ള ഒരു സാഹചര്യം, അതെങ്ങനെയാണ്? നമ്മുടെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണല്ലോ ഒരു അഭിമാന ഒരു നിമിഷമാണല്ലോ. അതെ അതെ. എന്താണ് പറയാനുള്ളത്? മക്കൾ ഒത്തിരി ഇല്ലായ്മയെന്നൊക്കെ നമ്മളന്ന് ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ വളർത്തിയതാണ്. ഞങ്ങൾക്ക് പപ്പടത്തിന്റെ ജോലിയായിരുന്നു. മക്കളൊക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ രാജേഷ് പ്രോഗ്രാമിനൊക്കെ പോകും. അച്ഛന് ഇഷ്ടമല്ല. അച്ഛനെ പഠിച്ച് മക്കളൊരു ജോലിയൊക്കെ കിട്ടണമെന്നായിരുന്നു. പക്ഷെ എന്നാലും സപ്പോർട്ട് ഞാനായിരുന്നു എപ്പോഴും. 2 മക്കൾക്കും പാട്ടിനോടായിരുന്നു അവന് താല്പര്യവും. പിന്നെ എന്നാലും വീട്ടിലെല്ലാത്തിനൊക്കെ സഹകരണം എല്ലാ മക്കളുടെ ഉണ്ട്. നമുക്ക് ഈ പപ്പട നിർമ്മാണം ആയതുകൊണ്ട് അന്നത്തെ ആ ഒരു രീതിയിൽ നമുക്കും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ മക്കളിങ്ങനെ ഓരോന്നിനൊക്കെ പോകുമ്പോ പഠിച്ചൊരു ജോലി തരണമെന്നാണ് അച്ഛൻ്റെ ഒരു ആഗ്രഹം. അത് അന്നും അത് ഇന്നും അതെ എന്നും അതെ. എന്നാലും എന്റെ മോൻ നല്ല നിലയിലെത്തി, കുഴപ്പമില്ല, സന്തോഷം. എന്നാലും ഇപ്പൊ അത് ഓർക്കുമ്പോ ഒരു അഭിമാന നിമിഷമല്ലേ, ഒത്തിരി സന്തോഷം. അതെ 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 അതെ. അപ്പൊ അമ്മ പാട്ട് പാടുന്ന ആളാണോ? പാടും നമ്മുടെ പാട്ട് ഫുള്ളൊന്നും പാടാൻ അറിയില്ല. കുഴപ്പമില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു 2 വരി. ഓണപ്പൂവേ ഓമൽ പൂവേ പൂങ്കൊതിയൻ വണ്ടും തേനും മാവേലി പാട്ടുതിരും സർവസഗാത്രി സൗഗന്ധ രാത്രി നീ എൻ മനസുണത്തി പൂവേ
നീ എൻ മനസുണത്തി പൂവേ ഓണപ്പൂവേ ഓമൽ പൂവേ പൂങ്കൊതിയൻ വണ്ടിൻ തേനും മാവേലി തുയിലുണർത്തും സർവസഗാത്രി സൗഗന്ധരാത്രി നീ എൻ മനസുണർത്തും. വളരെ മനോഹരമായിട്ട് തന്നെ രാജേശ്വരന്റെ അമ്മ ഗാനം ആലപിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞ കുറച്ച് കലാകാരികൾ ഇവിടെയുണ്ട്. അത് രാജേഷ് ചേട്ടന്റെ വൈഫ്, അതുപോലെ തന്നെ രാഹുൽ ചേട്ടന്റെ വൈഫ്. രണ്ടുപേരും തിരുവാതിര കളിയും തിരുവാതിര ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. എല്ലാ വർഷവും ഓരോരോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് അവരുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. അശ്വതി ചേച്ചി, നമുക്കിങ്ങനെ ഈ തിരുവാതിരയുടെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എപ്പോഴും എല്ലാ വർഷവും അതിന്റെ ഒരു പ്രാക്ടീസും പ്രോഗ്രാമിൽ പങ്കെടുക്കലൊക്കെയാണ്. എങ്ങനെയാണ് അതിന്റെ ഇപ്പം ഓണത്തിനോടനുബന്ധിച്ച് തിരക്കാണോ? എന്തൊക്കെയാണ് കലാപരിപാടികൾ നടക്കുന്നത്? ഓണത്തിനോടനുബന്ധിച്ച് തിരക്കുണ്ട്. പിന്നെ ഞങ്ങള് അവിടെ ഞങ്ങള് അവള് പഠിക്കുന്നുണ്ട്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് കിട്ടുന്ന സമയം അസോസിയേഷന്റെ പ്രോഗ്രാമുകളുണ്ട്, അതുപോലെ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പ്രോഗ്രാം ഉണ്ട്, അതുകൂടാതെ ചാനലിൽ ഷൂട്ട് ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നല്ല തിരക്കുള്ള സമയമാണ്, ഓണായല്ലോ. തിരുവാതിരയുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം തിരുവാതിര ഏതൊക്കെ ഇതില് കളിച്ചു അല്ലെങ്കിൽ കളിക്കാൻ പോവുകയാണ് നമ്മള്? അതെ, ഓണത്തിന്റെ സ്പെഷ്യൽ ഷൂട്ടൊക്കെ ഉണ്ട്. അപ്പോ തിരുവാതിര പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓണത്തിനേക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ ഇനിയിപ്പോ ഉള്ളതെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉത്സവങ്ങളുടെ സീസൺ ആയിരുന്നു. ആ സമയത്തുള്ള പ്രോഗ്രാംസ്, കൈകൊട്ടിക്കളി, അങ്ങനെ അത് ഞങ്ങളുടെ ടീമായിട്ട് പോകുന്നുണ്ട്. വിത്ത് പേയ്മെന്റോട് കൂടി ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ഒരുപാട് സ്റ്റേജുകളിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പൊ ഈ വർഷം അതുപോലെ തന്നെ കുറച്ച് പ്രോഗ്രാംസ് ബുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് ഇതിന്റെ അകത്തേക്ക് ശരിക്കും വന്നത്? എങ്ങനെയാണ് ഈ രാജേഷ് ചേട്ടനൊക്കെ ഇങ്ങനെ പോകുമ്പോ, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഇവര് നല്ല സപ്പോർട്ടാണ്. പക്ഷെ ഇവരായിട്ട് സ്റ്റേജ് ഒന്നും ഞങ്ങൾക്ക് പിടിച്ചു തരില്ല. അതൊക്കെ വേണമെങ്കിൽ ഞങ്ങളായിട്ട് ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അവരുടെ ഡിപ്പാർട്ട്മെന്റ് വേറെ, ഞങ്ങളുടെ വേറെ. അങ്ങനെയുള്ള ഒരു ഹെൽപ്പും ഇല്ല. പിന്നെന്ന് വെച്ചാൽ സോങ്സ് ഒക്കെ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അങ്ങനെയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു തരും. ഞങ്ങൾക്ക് പോകണമെങ്കിൽ അതിനുള്ള ട്രാവലിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്. ബാക്കിയൊക്കെ ഞങ്ങളുടെ സ്വന്തം എഫോർട്ടില് നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. പിള്ളേരുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരിങ്ങനെ കലാപരമായിട്ടുള്ള എങ്ങനെയാണ് കാര്യങ്ങള്? സ്കൂളിലൊക്കെ പെർഫോം ചെയ്യുമോ? ശ്രാവൺ അത്യാവശ്യം ഡാൻസ് നല്ലോണം കളിക്കും. ഒപ്പം തന്നെ ഇപ്പൊ കണ്ട് ഇവനും അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. പിന്നെ ദക്ഷ, ഇവള് ഞങ്ങളുടെ ഡാൻസറാണ്, ഭാവിയിലെ സൂപ്പർ ഡാൻസറാണ്. അവിടെ നന്നായിട്ട് ഡാൻസ് കളിക്കും. അങ്ങനെ പിന്നെ ഇവര് രണ്ടുപേരും അത്യാവശ്യം നല്ലോണം ഫുട്ബോൾ കളിക്കും. അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് അടുത്ത അശ്വതി ചേച്ചിയോട് ചോദിക്കാം. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു അമൃത ടിവിയിലെ സൂപ്പർ ഫാമിലി ഷോയില് പങ്കെടുത്ത് വിന്നറായ ഒരു കുടുംബമാണ്. അപ്പം അതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിരുന്നല്ലോ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പം പെർഫോം ചെയ്തിട്ട് ഇപ്പം കുറച്ച് നാളുകളായി, പക്ഷെ അന്ന് പെർഫോമൻസ് കണ്ടവരോ അല്ലെങ്കിൽ നമ്മളെ അറിയുന്നവരൊക്കെ പിന്നീട് അവിടെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നന്നായിട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ഓർക്കുന്നവരോ അല്ലെങ്കിൽ കാണുമ്പോൾ പറയുന്നവരൊക്കെ ഉണ്ടോ? കാരണം അതുപോലെ ഫാമിലി ആയിട്ട് എല്ലാവരും പങ്കെടുത്ത ഒരു ഷോ ആയിരുന്നല്ലോ. ഉണ്ട്. നമ്മള് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒത്തിരി പേര് ഷോ ചെയ്ത കാര്യമൊക്കെ ചോദിക്കും. അമൃതയില് സൂപ്പർ ഫാമിലി, പിന്നെ ഈ ഇടയ്ക്ക് നമ്മള് ഫേസ്ബുക്കിലൊക്കെ കയറി വരുന്നുണ്ട്. അത് കണ്ടിട്ട് ആണെങ്കിലും പുതിയതായിട്ട് ഞാൻ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അവിടെ ചെന്നിട്ടാണെങ്കിലും ഓരോരുത്തർ കണ്ടിട്ട് നേരത്തെ കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ അവര് പറയാറുണ്ട്. ശരിക്കും അത് നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യം. നമ്മൾ വീട്ടിൽ ഒതുങ്ങി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ അതൊരു നല്ലൊരു കാര്യമായിട്ടാണ്. ഒത്തിരി ഞങ്ങൾക്ക് ഒത്തിരി ആളുകളായിട്ട് പരിചയപ്പെടാനും ഒക്കെ പറ്റി. അതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് രാജേഷേട്ടനാണ്. ഞങ്ങൾ വീട്ടിൽ ഒതുങ്ങി കൂടി ഇരുന്ന ആൾക്കാരാണ്. ഇപ്പോ തിരുവാതിരയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ തിരക്കായിട്ട് നടക്കുന്നു. ഫുൾ ബിസിയാണല്ലോ. ഓക്കെ. അപ്പം എപ്പോഴും ഇവര് കൂടെ ഉണ്ടാവാറില്ലല്ലോ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ഒന്നും? അത് നമ്മൾ തന്നെ സമയം കണ്ടെത്തി ചെയ്യല്ലേ ചെയ്യാറ്? അതെ, ഞങ്ങള് ഓട്ടപ്പാച്ചിലാണ്. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും, ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചേച്ചി ഫ്രീ ആവുമ്പോൾ വിളിക്കും, വാടിയെന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അവരെയും ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങള് ഓരോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം പുതിയ ഓണപരിപാടികളുടെ ഒക്കെ പ്രാക്ടീസിലായിരിക്കുമല്ലേ? അതെ. ഓക്കെ. അപ്പം രാജേഷ് ചേട്ടനിലേക്ക് നമ്മൾ തിരികെ വരുവാണെങ്കിൽ,
ചേട്ടാ നമ്മളെ ഒരു കലാമേഖലയിലേക്ക് വരുന്ന ഒരാൾക്ക് ഒന്നെങ്കിൽ ഒരു ഗായകൻ ആഗ്രഹിക്കുന്നത് ഫ്യൂച്ചറിൽ അയ്യോ എനിക്കൊരു വലിയൊരു ഗായകനാവണം, അല്ലെങ്കിൽ ഒരു മിമിക്രി പരമായിട്ട് വരുന്നത് പല ആഗ്രഹത്തോടും, അതായത് ഒരു ആക്ടിങ് എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വരുന്നവരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കലാമേഖലയിൽ നിന്നാൽ മതി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്നാൽ മതി, പക്ഷെ എനിക്ക് അറിയപ്പെടണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല ആഗ്രഹത്തോടു കൂടി വരുന്നവരുണ്ട്. ചേട്ടന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയ്ക്ക് കടന്നു വരാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? അതായത് എനിക്കൊരു അഭിനേതാവാകണം എന്ന ആഗ്രഹത്തോടു കൂടി ഈ കലാ മേഖലയിലേക്ക് കടന്നു വന്നാണോ, അതോ ഗായകനാകണമെന്നായിരുന്നു ആഗ്രഹം? എന്താ ആഗ്രഹത്തോടു കൂടിയാണ് ഈ മേഖലയ്ക്ക് വന്നത്? ഞാൻ ഫസ്റ്റില് വന്ന സിംഗറായിട്ടാണ് വന്നത്, ഓക്കെ. ഗായകനായിട്ടാണ് വന്നത്. അപ്പൊ പിന്നീട് എനിക്ക് തോന്നി ഈ ഗായകന്മാരിൽ ഇവിടെ ഒത്തിരി ആളുകളെല്ലാം ഇങ്ങനെ ഒരു സെറ്റപ്പിൽ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അവസരങ്ങൾ കിട്ടില്ല, നമുക്ക് ഉള്ളിൽ ഇതായി. അങ്ങനെ ഞാൻ പാട്ടിൽ നിന്ന് പതുക്കെ മിമിക്രിയിലേക്ക് മാറി. മിമിക്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാം, നല്ല നല്ല ക്യാരക്ടർ ചെയ്യാം, നല്ല സിനിമയിൽ മറ്റു ഒത്തിരി അവസരങ്ങൾ കിട്ടും. പാട്ട് പഠിക്കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു പാട്ടങ്ങ് പാട്ടുകാരൻ എന്ന രീതിയിൽ ഇപ്പൊ ഒരു മൾട്ടി ടാലന്റ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് മിമിക്രി ചെയ്യും, പാട്ട് പാടും, എല്ലാ കാര്യത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒത്തിരി ഷോസൊക്കെ എല്ലാം പുറത്തു പോണത്. അപ്പൊ 2-3 ഐറ്റങ്ങളൊക്കെ നമുക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടേതായ ഒരു എന്റെ കഴിഞ്ഞ ഷോ കണ്ടെങ്കിൽ മനസ്സിലാവും. അതെ 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 അതെ. അപ്പോഴും മനസ്സിലൊരു ആക്ടർ ആവണം എന്നുള്ള കാരണം എന്റെ ഷേപ്പിൽ ഒത്തിരി ആളുകൾ സിനിമയിലുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ അവന്റെ പേരിനടി വെങ്കി എന്ന് പറഞ്ഞൊരു ആക്ടർ തമിഴ് സിനിമയിൽ നല്ല ഹിറ്റായി. അപ്പൊ അവന്റെ പടം കണ്ടിട്ട് എന്റെ കൂടെ പഠിച്ചവര് എടാ നീയാണോ, അവർക്ക് വേറെ അറിയത്തില്ല, നീയാണോ എന്ന് ചോദിച്ചിട്ട് പോസ്റ്റർ അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ഒത്തിരി സിനിമ വരുന്നുണ്ട്, പക്ഷെ ഞാൻ ഇവര് വിളിക്കുന്ന സമയത്തൊന്നും നാട്ടിലുണ്ടാവില്ല. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ എപ്പോഴും പുറത്തായതുകൊണ്ട് ഇവർക്ക് വിളിക്കാനും പേടിയാ. ഒരു ക്യാരക്ടർ ചെയ്തിട്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ സീരിയലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് എല്ലാം എന്നോട് പറഞ്ഞ ഡയറക്ടർമാരെ എടാ നിന്നൊക്കെ നല്ല സീരിയൽ ചെയ്യണ ഫിഗർ ഉണ്ട്, ഞാനത് ചെയ്യുകയും ചെയ്യും, പക്ഷെ നിന്നെ വിളിക്കാൻ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇന്നിപ്പോ 3 ദിവസം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിന്നെ കാണില്ല, നീ വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ നിന്നെ എങ്ങനെ വിശ്വസിച്ച് നമ്മൾ ഇതിനകത്ത് ഇടുന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ഈ സമയത്തിന്റെ തിരക്കിനിടയ്ക്കും അഭിനയിച്ച ഏതെങ്കിലും സിനിമകൾ ഞാൻ ഇപ്പൊ അടുത്ത് ധ്യാന്റെ ഒരു പടം ചെയ്തു. ധ്യാന്റെ കൂടെ അത് പാലക്കാടായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പൊ ഏണി എന്ന് പറഞ്ഞ പുതിയ സിനിമ സെപ്റ്റംബറിൽ ഇറങ്ങും. ആ പടത്തിൽ ഒരു പാട്ട് പാടിയുണ്ട്. പാട്ട് പാടിയിട്ടുണ്ട്. എന്നാ നമുക്ക് ഒരു 2 വരി എന്താണല്ലോ അത്. ആ പാട്ട് ഞാൻ ഓർക്കല്ല, പക്ഷെ പാടിയുണ്ട്. അത് ഞാൻ എഴുതിയ, അത് തിരക്കിനിടയ്ക്ക് പോയിട്ട് നമ്മുടെ ഒരു സുഹൃത്താണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പൊ എന്നോട് പറഞ്ഞാ നിന്റെ ഒരു ടോൺ വെച്ചിട്ട് ആ പാട്ട് നിനക്ക് ശരിക്കും ചേരും, നീ ആ പാട്ടൊന്ന് പാടൊരു സാറേ സാറേ സംബാറേ സാറിന്റെ വീട്ടിൽ കല്യാണം, ആ ഒരു ടൈപ്പിലൊരു പാട്ടാണ്. അപ്പൊ എന്നോട് ഞാൻ നിന്റെ ടോൺ നല്ലതാണ്, അപ്പൊ നീ ഏത് പാടിയാ സാറിയുമ്പോൾ ഞാൻ ആ പാട്ട് ഒന്ന് പോയി പാടി. ഇപ്പൊ നമ്മൾ നിലവിൽ ഏതൊക്കെ സിനിമകളിലാണ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ലവ് റിവെഞ്ച് എന്ന പടം ചെയ്തു, സ്മാർട്ട് ഫോൺ ലവ് എന്ന് പറഞ്ഞ പടം ചെയ്തു, പിന്നെ ധ്യാന്റെ പടം ചെയ്തു, 5-6 പടം ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അടുത്ത നമുക്ക് വേണ്ടിയിട്ട് രാജേഷ് ചേട്ടനും രാഹുൽ ചേട്ടനും കൂടെ ഒന്നിച്ചൊരു ഗാനം ആലപിച്ചാലോ? ഓണപ്പൂവേ പൂവേ പൂവേ ഓവൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. നമ്മുടെ അശ്വതി ചേച്ചിയുടെ അമ്മയാണ്. അമ്മ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് വന്ന ഒരു ഫാമിലിയിൽ ഇതുപോലെ ഒരു കലാകുടുംബമാണല്ലോ, എല്ലാവരും തന്നെ പല പല മേഖലയില് കലാകാരന്മാരാണ്. എന്താണ് അതേപറ്റി പറയാനുള്ളത്? അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴാണേലും ഇന്നയാളുടെ അമ്മയല്ലേ, അല്ലെങ്കിൽ അത് പറയുമ്പോ ഉള്ളൊരു എന്താണൊരു അനുഭവം? വളരെ സന്തോഷം, അതോടൊപ്പം ഞങ്ങൾക്ക് അഭിമാനവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ മൂത്ത മോളാണ് അശ്വതി, രണ്ടാമത്തെ കുട്ടി അഞ്ജലി, അവള് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അശ്വതിയെ വിവാഹം കഴിച്ച മോനാണ് രാജേഷ്. രാജേഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കലാകാരനാണ്. അതുപോലെ തന്നെ പുറത്തുള്ള ആളുകളോട് നല്ല രീതിയിൽ തുറന്ന് ഇടപെടാനും ആളുകൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിശ്വദീപ്തി സ്കൂളിൽ നടന്ന കേരള വിഷൻ്റെ പ്രോഗ്രാം പരിപാടിയിൽ നമ്മളെ നാടിൻ്റെ അഭിമാനം രാജേഷ് അടിമാലി എന്ന് അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നി. അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അച്ഛന് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാനുള്ളത്? എനിക്ക് വളരെയേറെ സന്തോഷ നിമിഷമാണ്. ഈ ഓണം പ്രമാണിച്ച് ഞാൻ വീട്ടിൽ കിടന്ന് എന്നെ വിളിച്ച് കൊണ്ടുവന്ന് രാജേഷിൻ്റെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വിടാതെ ഇവിടെ നിർത്തി അവന് എല്ലാ കാര്യങ്ങളും ചെയ്ത് നന്മയ്ക്ക് വേണ്ടി പല പല കാര്യങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പാവങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്.
എനിക്ക് വളരെ അഭിമാനമാണ്. ഇനി എനിക്കൊന്നും നേടാനില്ല. എൻ്റെ മക്കള് വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ വളരെ ശരിയാണ് അച്ഛൻ പറഞ്ഞത്. കാരണം ഏതൊരു അച്ഛന്റെയും അമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കള് നല്ല രീതിയിൽ എത്തുക, അല്ലെങ്കിൽ അവരിലൂടെ നമുക്കൊരു അഭിമാന നിമിഷം സമ്മാനിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അല്ലെ. അതെന്താണേലും പൂർണ്ണമായിട്ടും രാജേഷേനും അതുപോലെ തന്നെ രാഹുലേനും അങ്ങനെ ഒരു സക്സസിൽ എത്താൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇനിയും ഇങ്ങനെ തന്നെ നമ്മുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. ഇനിയിപ്പം അടുത്തതായിട്ട് നമ്മൾ അയർലൻഡിന് പോവാന്ന് പറഞ്ഞു. അപ്പം അതിനു മുമ്പ് കുടുംബത്തോടൊപ്പം ഒത്തുകൂടിയ ഒരു സമയം കൂടിയാണല്ലേ. അപ്പൊ എല്ലാ ഒരു സമയത്തും ഇങ്ങനെ ഒത്തുകൂടാൻ ഉള്ള അവസരങ്ങൾ കിട്ടാറില്ലല്ലോ. വിഷു ഓണം കഴിഞ്ഞ വിഷുവിന് ഞാൻ UK-ലായിരുന്നു. അപ്പൊ എനിക്ക് ഓണം വന്നപ്പോ അയർലൻഡ് പോകണം. അപ്പൊ ഈ ഒരു 2-3-4 മാസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും. അത് ഞാൻ വന്നു പോകും. അങ്ങനെ പ്രോഗ്രാമാണ് US-ൽ ഷോ ഉണ്ട്. അങ്ങനെ തിരക്കായിട്ട് പോകും. ഇവനാണ് ഇവിടുത്തെ ഷോസ് എല്ലാം ചെയ്യുന്നത്. ഞാൻ പോകുമ്പോ എന്റെ ഷോയും ഇവന്റെ ഷോയെല്ലാം ഇവനാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് മാറിപ്പോകാറുണ്ടോ? തീർച്ചയായും എനിക്കൊരു സംശയം ഞാൻ പലതവണ ഓർത്തുണ്ട് ഇനാഗ്രേഷൻ ഇവന് വിട്ടാണ്. ഒരു ദിവസം 2 പരിപാടി വരും. കാരണം രണ്ടുപേരും ഒരേപോലെ കലാകാരന്മാരാണ്. ഏകദേശം ഒരു സാമ്യമുണ്ട്. അപ്പൊ അങ്ങനെ മാറിപ്പോയതിലും രസകരമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടോ? നേരത്തെ വിട്ടുണ്ട് ഇവന്. പിന്നെ പിടിക്കും. മിമിക്രി ഇല്ല. പാട്ട് മാത്രമേ പാടുള്ളൂ. ഇവര് തമ്മിൽ അച്ഛനും അമ്മയ്ക്കും വരെ മാറിപ്പോകാത്ത 2 വ്യക്തികൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും മാറും. കാരണം ഞങ്ങൾ ഒരു ഷേപ്പ് ആയിരിക്കും. പിന്നെ ഡ്രസ്സിംഗ് എല്ലാം ഏകദേശം ഒരു സ്റ്റൈലായിരിക്കും എല്ലാവർക്കും. ചില ആളുകള് ഞാനാന്നും പറഞ്ഞ് ഇവനോട് മിണ്ടും, ഇവനാന്നും പറഞ്ഞ ചില ആൾക്കാരെ എന്നോട് മിണ്ടും. അപ്പൊ ഞാൻ മനസ്സിലാക്കും ഇതാരോ പണ്ടാറോ ഇതാരാന്ന് ഞാൻ മനസ്സിലാക്കും. പിന്നീട് ഞാൻ ആലോചിക്കുന്നത് ചിലപ്പോൾ എനിക്ക് പരിചയമില്ല. അന്ന് ഞാൻ പിന്നെ ചോദിക്കും വൈഫിനോട്, ഇന്ന ആള് വർത്തമാനം പറഞ്ഞപ്പോ ഞാൻ ചേട്ടൻ പരിചയമില്ല, രാഹുൽ അന്നത്തോട്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ അവനെ വിളിച്ചു ചോദിക്കട്ടെ ഇന്ന ആൾ എന്നെ കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്തിലെ അവിടുത്തെ ജോലിയുടെ ഒരാളാണ്. ഹലോ നമസ്കാരം, അന്നത്തെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നമ്മൾ തകർത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിനെ ആദ്യമായിട്ടാണ്. അപ്പൊ ഏത് പരിപാടി? ഞാനന്ന് പറഞ്ഞു പാട്ടൊക്കെ പാടി. ഞാനല്ലായിരിക്കും അനിയമ്പുള്ളി ആയിരിക്കുന്നു, പഞ്ചായത്ത് വർക്കാണ് സാറാ, അനിയമ്പുള്ളി ആയിരിക്കുന്നു. അല്ല നിങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇല്ല എന്റെ അനിയനുണ്ട് എന്നെ പോലെ തന്നെ ഇരിക്കുന്നത്. ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴാണ് പുള്ളി ശരിയാ നീ 2 വരവൊക്കെ ഇങ്ങനെ ഈ പൈനാണ് കാണിച്ചു കൊടുത്തത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇഷ്ടം പോലെ. നമ്മുടെ ചാനലിൽ അമൃതയിൽ ചെന്നപ്പോഴും ആളുകൾക്ക് മാറിപ്പോയി. അത് ശരി. ഈയിടെ ഫൊക്കാനയുടെ ഒരു പരിപാടിക്ക് കുമരകത്തായിരുന്നു. അപ്പൊ ഞാൻ ഇവനോട് വേറെ ഫീമെയിലോട് പാടാനായിട്ട് ഇവരാദ്യം കയറ്റി വിട്ടു. അപ്പൊ എന്നെ രണ്ടാമത്തെ എൻട്രി വിളിക്കുമ്പോൾ ഞാൻ കയറി ചെന്നാലെന്ന് പറഞ്ഞ് ഞാൻ താഴെ റൂമിലിരിക്കുന്നു. അപ്പൊ ഞാനാന്നും പറഞ്ഞ് ഇവനെ വിളിച്ച് അവര് സ്റ്റേജിൽ കയറ്റി മറ്റേ പൊന്നാടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞപ്പോ വേണം രാജേഷ് താഴെ ഇരിക്കാറ്. എന്നിട്ട് ഇതിന്റെ ആളോരാ രാഷടിമാലി മേലെ തർത്തോണ്ടിരിക്കുക കണ്ടില്ലെന്ന് വെച്ചാൽ എന്നോട് വന്നിട്ട് ഞാൻ രാഷടിമാലി പോടാന്ന് രാഷടിമാലി നീ രാഷിന് അനിയല്ലേ അങ്ങനെ വ്യാജ ക്രെഡിറ്റ് സ്വന്തമാക്കണം. പുള്ളിക്ക് മാറിപ്പോയി, ശരിക്കും മാറിപ്പോയി. അവിടെ നിന്ന് എല്ലാവർക്കും മാറിപ്പോയി. എന്നെ അറിയാവുന്ന ആൾക്കാരുണ്ട്, ഞാൻ USA പോയ സമയത്ത് എന്നെ അറിയാവുന്ന ആളുകളുണ്ട്, അവർക്കെല്ലാം മാറിപ്പോയി. കാരണം ഒത്തിരി നാൾ കഴിഞ്ഞിട്ടല്ലേ കാണുന്നേ. അങ്ങനെ അപ്പൊ നമ്മുടെ രാഹുലിയേട്ടനെ ഇപ്പം ഒന്നിച്ച് കിട്ടിയ ഒരു ഇടവേള ആയതുകൊണ്ട് നമുക്ക് ഒരു പാട്ടും കൂടെ രാഹുലിയേട്ടനെ എടുത്ത് നിന്ന് പാടിയാലോ? நிஜமானம் செஞ்ச பாவம் புதுசாவும் மேல விதைச்ச பாசம் நிழலும் பின்னாலே காணும் அதுக்கும் மாடி புதுசா கோபம் பாலேங்க தீரலாம் பாயாசம் கேக்குதா காத்தேங்க வீசலாம் காத்தாடி கேக்குதா ஓ மேலே குத்தம் இல்லை நீ இன்று நானும் இல்ல தேன்மொழி பூங்கொடி வாடி போச்ச ஏன் செடி வான்மதி பைங்கிளி ஆசை தீர வாட்டு நீ ஒன்ன நினைச்சதும் ஒரு கலை போடி சோகத்தில் ஒன்னும் வளக்கல தாடி கெத்து காட்டிட்டும் அழுவதுன்னு அடிஞ்சு முடிச்சிட்டும் சிரிக்கிறனே தேன்மொழி பூங்கொடி வாடி போச்ச ஏன் செடி வான்மதி
പൈങ്കിളി ആസെ തീരെ പാട്ട് നീ. രാഹുലേട്ടൻ അതിമനോഹരമായിട്ട് തന്നെ പാട്ടുപാടി ഇതുപോലെ തന്നെ മുന്നോട്ട് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കേറിയ കലാകാരനായിട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമ്മുടെ ഫാമിലിപരമായിട്ട് തന്നെ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അമൃത ടിവിയിലെ സൂപ്പർ ഫാമിലി. എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ ഫസ്റ്റ് ടൈം വിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? എത്രത്തോളം ടീമുകൾ ഉണ്ടായിരുന്നു? വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ചുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജില്ലയിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിമാന നേട്ടം കൈവരിക്കാൻ സാധിച്ചതിന്റെ ഒരു അനുഭവം. അത് 21 ടീമോളം ഉണ്ടായിരുന്നു അല്ലേ? 21 ടീമോളം ഉണ്ടായിരുന്നു. അതിങ്ങനെ മത്സരിച്ച് ലാസ്റ്റ് 21 അല്ലല്ല 21 പിന്നെ ആദ്യം 15ആയി, 15-ന്ന് പിന്നെ 10ആയി, 10-ന്ന് പിന്നെ 7ആയി. 7-ലാണ് ഞങ്ങൾ മത്സരിച്ചത്. 7-ല് എല്ലാം നല്ല ശക്തൻ ടീമുകളായിരുന്നു. എല്ലാവരും നല്ല ഫേമസ് ആയ ആർട്ടിസ്റ്റുകൾ, നല്ല കഴിവുള്ള ആളുകൾ. നമ്മുടെ നല്ല കണ്ടന്റുകൾ ഇവർക്ക് കൊടുത്തു. അതായത് ഈ കാണുന്ന ഓഡിയൻസിനും മറ്റേ ഈ ഇരിക്കുന്ന നമ്മുടെ ജഡ്ജസിനും നല്ല നല്ല കണ്ടന്റുകൾ ചെയ്തിട്ട് ഞാനും വൈഫോടെ അഭിനയിക്കേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് എൻ്റെ അമ്മയും ആ ഒരു ജഡ്ജസ് ഉൾപ്പെടെ അവർ കരഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ ഒരു സാധനം ചെയ്തിട്ട്. കാരണം നമ്മൾ ഭയങ്കര കാശ് രീതിയിൽ ജീവിച്ചിട്ട് ഗൾഫിൽ ഭയങ്കര ക്യാഷ് ടീമായിട്ട് ജീവിച്ചിട്ട് ലാസ്റ്റ് പൈസയൊക്കെ അവിടെ നഷ്ടം വന്ന് വലിയ വലിയ കമ്പനികളിൽ പോയിട്ട് പറ്റിച്ചുകൊണ്ട് ഓരോരുത്തർ പൈസ കൊണ്ട് പോകില്ലേ, അങ്ങനെ പോയിട്ട് വന്നിട്ട് ലാസ്റ്റ് കിഡ്നി വയ്ക്കാൻ പോണ ഒരു സാധനം. ഇമോഷണൽ. ഇവള് ആദ്യമായിട്ടാണ് അഭിനയിക്കണം ഞാൻ കാണുന്ന ജീവിതത്തില്. എന്റെ അടുത്ത് കോപ്രായം കാണിക്കണം മാത്രമേ എനിക്കറിയാവുള്ളൂ. പക്ഷെ ഇവള് ചാനലിൽ കയറി അങ്ങ് ചെയ്തിട്ട് ഞാൻ ഇവിടെ എന്താ കാണിക്കാൻ പോകുന്നത്, എന്റെ പണ്ടാറങ്ങി എന്നെയും കയ്യിൽ നിന്ന് കളയും. ഇപ്പൊ ഞാൻ ഇവളോട് അങ്ങ് ചെയ്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മ കരഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി സാധനം അമ്മ ഒരു പരിധിക്കുള്ള നമ്മളെ അങ്ങനെ കരയില്ല. ഞാൻ പതുക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മ കരഞ്ഞോണ്ടിരിക്കുക, സൈഡിൽ കണ്ണിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഓഡിയൻസ് ഒരു 15-30 ആൾക്കാരെല്ലാം കരഞ്ഞോണ്ടിരിക്കുക. നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസിനെ ഇവരൊന്നും ശ്രദ്ധിക്കും. ഞങ്ങൾ ലൈഫ് കളിക്കുക, ലൈഫിൽ ഉണ്ടാവേണ്ട സാധനം പോലെ ഞങ്ങൾ അങ്ങോട്ട് അഭിനയിക്കുകയാണ്, ജീവിച്ചു കാണിക്കുക. അതെ, ഞങ്ങൾ ഞാൻ നോക്കും മിയ ഫ്രണ്ടിൽ നിന്നിട്ട് കരയണം, മറ്റേ സ്വാസികയും രണ്ടുപേരെയും കണ്ണ് നിറഞ്ഞു ഇവര്. കാരണം ആ ഒരു സീൻ ഭയങ്കര ഇമോഷണൽ സീനാണ്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ താഴും. അപ്പോൾ ഇറങ്ങിയപ്പോൾ ആളുകളെല്ലാം വന്ന് ഇരിക്കുന്ന ഓഡിയൻസ് ഒക്കെ ഉണ്ട്, അവരെല്ലാം വന്ന് കെട്ടിപ്പിടിച്ച് നമ്മളോട് നേടാവും ഒരു രക്ഷയില്ല, ഞാൻ എന്റെ അനുഭവം ഇതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ പോവാണ്. ലാസ്റ്റ് താഴെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എന്റെ ഗ്രൂമർ ലാൽബാബു വന്നിട്ട് കെട്ടിപ്പിടിച്ച ആളെ കരയിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ നമ്മൾ ഡയറക്ടർ കരഞ്ഞു, ഇവരെല്ലാം കരഞ്ഞു നമ്മുടെ ആ സീൻ കണ്ടിട്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ഇവള് ചെയ്ത് വലിപ്പിച്ചപ്പോ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി അവിടെ. അതാ ഇവള് ആദ്യമായിട്ടൊരു തട്ടകത്തിൽ കയറി പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അതിശയപ്പെട്ടു, ഇവള് ആദ്യമായിട്ട് ചെയ്യണതാണോ എന്നുള്ളത് ഇതായിപ്പോയി. അതുപോലെ ഇവള് ചെയ്ത ഒരു ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. ഒരു വളർത്തുന്ന കൊച്ചിനെ പീഡിപ്പിച്ചിട്ട് കൊല്ലണ ഒരു സീൻ. ഇവള് തീം റൗണ്ടിൽ ഡാൻസ് തീം റൗണ്ടിൽ ഇവളും അഭിനയിച്ചു, ഇവനും അഭിനയിച്ചു, അമ്മ അഭിനയിച്ചു. കാരണം നമ്മൾ കൊടുത്ത കണ്ടന്റുകള് ആളുകൾക്ക്, ഓഡിയൻസിനും ഇരിക്കുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും, അതായത് ജഡ്ജസിനൊക്കെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ആ ഷോയ്ക്ക് വിന്നറായത്. നല്ല ടീമാണ്, നല്ല ശക്തിയുള്ള ടീമായിരുന്നു. പിന്നെ അഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക്കി ജില്ല ആദ്യമായിട്ടാണ് വിന്നർ ആവണം, ഫാമിലി ഇതിൽ പങ്കെടുത്ത് വിന്നറാവുന്നത്. അടിമാലി ആകെ നമ്മളിങ്ങനെ വിന്നറായിട്ട് വിളിച്ചത് വൈസ്മെൻസ് ക്ലബിന്റെ ഒരു പരിപാടിക്ക് മാത്രം. വേറെ ആരും നമ്മളോട് അങ്ങനെ അധികം സപ്പോർട്ടൊന്നും കാണിച്ചില്ല. നമ്മളെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല, ഒരാൾ വിളിക്കണ സപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്ക് വിഷയമല്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവം ഉറപ്പായിട്ടും അവിടെ കൊണ്ട് എത്തിക്കും. അതിനൊരു ഉദാഹരണമാണ് ഞാൻ കേട്ടോ. ഞാൻ എറണാകുളത്ത് വലിയൊരു ട്രൂപ്പിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ട് നിൽക്കണം. ആ സമയത്ത് എറണാകുളത്ത് വലിയ ട്രൂപ്പിൽ ഞാൻ അവസരം ചോദിച്ചു പോയി. വലിയ ട്രൂപ്പാണോ, അവിടെ നിന്ന് ഒത്തിരി കലാകാരന്മാരെ രക്ഷപ്പെട്ടാണ് ഒരു ട്രൂപ്പാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ നിരവധി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവർക്ക് ആ ട്രൂപ്പിന് എപ്പോഴും ഗൾഫിൽ ഷോയാ. അപ്പൊ എനിക്ക് ആ സമയത്ത് പാസ്പോർട്ടൊന്നുമില്ല. ഞാൻ ഈ പാസ്പോർട്ട് നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിൽ പാസ്പോർട്ട് എടുക്കില്ലേ, സ്പീഡ് പാസ്പോർട്ടൊക്കെ അപേക്ഷയൊക്കെ വെച്ച്. അപ്പൊ എന്നോട് എല്ലാവർക്കും പാസ്പോർട്ട് ഇന്ന ദിവസം കൂടെ തരാൻ പറഞ്ഞു. അന്ന് നമുക്ക് വലിയ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല, റിലയൻസിന്റെ ഒക്കെ ഫോൺ ഇറങ്ങിയ സമയത്തുള്ളൂ. റീസണിലൊക്കെ മേടിക്കാൻ ഭയങ്കര പൈസ. അപ്പൊ അങ്ങനെ ഫോണൊക്കെ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മള് എറണാകുളത്ത് പരിപാടിക്ക് പോയി. ആ പരിപാടിക്ക് സമയത്ത് എല്ലാവരും പാസ്പോർട്ടും വിസയും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പാസ്പോർട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് പാസ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. പാസ്പോർട്ട് കൊണ്ട് കൊടുത്തു, എല്ലാവരും കൊടുത്തപ്പോൾ ഞാനും കൊണ്ട് കൊടുത്തു. എല്ലാവർക്കും വിസ അടിച്ചു, എനിക്ക് മാത്രം വിസ അടിച്ചില്ല. ഞാൻ ഇവിടുന്ന് ബാഗൊക്കെ ഈ കുറഞ്ഞൊരു ബാഗ് മേടിച്ച് എറണാകുളത്ത് പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വിസ അടിച്ചു. ഞാൻ എൻ്റെ അവിടെ ചെന്നിട്ട് എന്നോട് പറഞ്ഞു, രാജേഷ് നിനക്ക് വിസ അടിച്ചില്ല, ബാക്കി എല്ലാവർക്കും വിസ അടിച്ചു. എനിക്ക് പകരം വേറൊരാളെ അവർ കൊണ്ടുപോയി ആ ഷോയ്ക്ക്.
അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് വിശ്വസിച്ചില്ല. അപ്പൊ അതിനകത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, എടാ നിന്റെ മനപ്പുറം കൊടുക്കാത്തതാണ്, നീ പുതിയ ആളല്ലേ, നീ കുറച്ചാളോടും കഴിയട്ടെ എന്നിട്ട് നിന്നെ കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ കരഞ്ഞ് വീട്ടിൽ വന്നപ്പോ അമ്മ, ഞാൻ കല്യാണം കഴിച്ചില്ല, അമ്മ പറഞ്ഞു നീ വിഷമിക്കണ്ട, നിനക്ക് എത്ര വിഷമം ഉണ്ടായാലും നീ എത്തിച്ചേർന്നിടത്ത് എത്തിച്ചേരും. ആ ഒറ്റ വിമാനത്തിൽ കയറാൻ പോയ ഒരാള് അന്ന് എനിക്ക് പരാജയം. അപ്പൊ എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് എനിക്ക് പരാജയം ഉണ്ട്. അപ്പൊ എന്റെ വൈഫ് പറയും ഒന്നും വിഷമിക്കണ്ട ചേട്ടാ, അതിൽ നല്ലത് വരും. അപ്പൊ അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ എനിക്ക് ആ ഒരു ഷോ ക്യാൻസൽ ആയെങ്കിൽ പക്ഷെ ഞാൻ 23 രാജ്യങ്ങൾ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അന്ന് ചിലപ്പോൾ ഞാൻ ആ ഒറ്റ ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കില്ല. നമ്മൾ അവിടെ പരാജയപ്പെട്ടുകൊണ്ടാണ് ഞാൻ പ്രയത്നിച്ചത്. എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് എനിക്കൊരു ക്വസ്റ്റ്യൻ അത് ചോദിക്കാനുള്ളത്, പണ്ട് ഇതുപോലെ അവസരങ്ങൾ ചോദിച്ച് നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇനിയൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഒരു വേദിയിൽ ആഗ്രഹിക്കുമ്പോഴോ നമ്മൾ തഴയപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. ഇതും അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇന്ന് ആ പണ്ട് നമുക്ക് ചാൻസ് ചോദിച്ചവരോ അല്ലെങ്കിൽ അങ്ങനെ തഴഞ്ഞവരോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുവോ അല്ലെങ്കിൽ അതിനുശേഷം കാണേണ്ടതായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പരിപാടിക്ക്. ഉണ്ട്, ഞാൻ പോയിട്ടുണ്ട്. പറഞ്ഞ പേയ്മെന്റ് മേടിച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ഇന്ന് തിരക്കേറിയ കലാകാരനായപ്പം അവര് ചേട്ടന്റെ ഡേറ്റിന് വേണ്ടിട്ട് നോക്കിയിരിക്കുന്നു. അങ്ങനെയല്ല, എന്നോട് ഡേറ്റ് ചോദിക്കും. അപ്പൊ ഞാൻ എനിക്ക് ആരോടും മത്സരമില്ല. ഞാൻ എന്റെ ഒരു കല വെച്ചാൽ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുന്ന, എന്നെ ഉപദ്രവിച്ച ആൾക്കാരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, അത് അച്ഛൻ എടുത്ത് പറയുകയുണ്ടായി, നമുക്ക് എന്തൊരു ഇത് കിട്ടിയാലും മകൻ അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് ആ ഇതിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കാൻ മറക്കാറില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി ഭക്ഷണം കഴിക്കാൻ കൊതിച്ചിട്ടുള്ള ആളാണ് ഇഷ്ടം പോലെ. അപ്പൊ എന്നെ ഒരാൾ പരിചയപ്പെട്ടു വന്നാലും ഞാൻ ചോദിക്കടാ, അറിയണ ആളായാലും അറിയില്ല ചായ കുടിച്ചോ എന്ന് ചോദിക്കും. എന്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലോ ഞാൻ നോക്കൂല. ചായ കുടിച്ചോന്ന് വെച്ചാൽ ഇല്ലാന്ന് പറഞ്ഞാൽ വാടക കഴിക്കാന്നോ അല്ലെങ്കിൽ കുടിക്കാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ. പിന്നെ അതുപോലെ ഒത്തിരി ഈ കിഡ്നി പേഷ്യൻസിന് ഞാൻ എല്ലാവരോടും പറയാറില്ല, പിന്നെ അത് പറഞ്ഞു കേട്ടോ, ഞാൻ ഡയാലിസിസ് ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അത് ഒത്തിരി ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മള് മറ്റ് ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട് ചേട്ടൻ ഇതിനു മുമ്പ്. പക്ഷെ ചേട്ടൻ അങ്ങനെ അത് മെൻഷൻ ചെയ്ത് പറയാറില്ല. ഇപ്പം അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാനത് ചോദിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞത് എന്റെ മോന്റെ പിറന്നാൾ സമയത്ത് ഞാൻ കഴിഞ്ഞ വർഷം ഒരാൾക്ക് ഡയാലിസിസിന് ഒരു ഫണ്ട് ഞാൻ മുഖേന കണക്ട് ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അവരോട് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇപ്പൊ രണ്ടാമത്തെ പിറന്നാളാണ് ഈ 21 21-ാം തീയതി പിറന്നാളാണ്. അപ്പൊ ആ പിറന്നാളിന് മുമ്പായിട്ട് ഞാൻ 19-ാം തീയതി പോകും. അപ്പൊ ആ പിറന്നാളിന്റെ അന്ന് അടുത്തൊരാൾക്കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, പിന്നെ അതുകൂടാതെ നമ്മൾ അഴിമാലിലൊരു സ്പൈനൽ കോഡിന് കംപ്ലൈന്റ് ആയിട്ട് അല്ലല്ലോ മജ്ജ മാറ്റി വെക്കലിന് 10-25 ലക്ഷം നമ്മൾ കണ്ടെത്തി കൊടുത്ത. പക്ഷെ ഇതൊന്നും നമ്മൾ ആരോടും പൊട്ടിക്കൊഴിച്ച് നടക്കാനൊന്നുമില്ല. നമ്മൾ ചെയ്യണ കാര്യം മറ്റൊരു അറിയില്ലെന്നോട് ഇപ്പൊ ഇതായിട്ട് പറഞ്ഞു എന്നുള്ളൂ. കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഓണവർത്തമാനത്തിന്റെ സമയം ഇങ്ങനെ അതിക്രമിച്ച് കുറച്ച് ഇതായി. അപ്പം ഇത്രയും സമയം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓണവിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. നമ്മുടെ മീഡിയാനെറ്റ് പ്രേക്ഷകരോട് എന്താണ് രാഹുലേട്ടൻ അതുപോലെ തന്നെ രണ്ടുപേർക്കും പറയാനുള്ളത്? എല്ലാവർക്കും കേരള വിഷൻ മീഡിയാനെറ്റിന്റെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഓണാശംസ നേരുവാണ്. എല്ലാവർക്കും ഈ ഓണം എല്ലാവർക്കും നല്ല സന്തോഷവും അറിഞ്ഞാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ കേരള വിഷൻ മീഡിയാനെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ. ഞാൻ സത്യം പറഞ്ഞാൽ മീഡിയാനെറ്റിലൂടെയാണ് ഷോസുകൾ ചെയ്ത് വലിയ വലിയ ചാനലിലൊക്കെ പ്രോഗ്രാം ചെയ്തത്. നമ്മൾ എത്ര വലിയ ആളായാലും അല്ലെങ്കിൽ എന്തൊരു ആയില്ലേലും പോലും മീഡിയാനെറ്റിന്റെ ഒരു പരിപാടി എവിടെ വിളിച്ചാലും ഞാൻ അവിടെ ഓടിയെത്തും. കഴിഞ്ഞ ദിവസം മീഡിയാനെറ്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവിടെ വിളിച്ചു, ഞാൻ അവിടെ തന്നെ ചെന്ന് പെർഫോം ചെയ്തു. കാരണം നമുക്ക് ദൈവമായിട്ട് തരുന്ന ഒരു അവസരമാണ്. നമ്മൾ ഒരിക്കലും സ്വന്തം നാട്ടിലൊരു പരിപാടിയാണെന്ന് പറഞ്ഞ് മാറ്റിയെത്താനൊന്നും നിൽക്കില്ല. കാരണം ഈ മീഡിയാനെറ്റ് മുഖേനയാണ് ഒത്തിരി കലാകാരന്മാരെ ഈ പുറം ലോകം കാണിച്ചു. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സെറ്റപ്പ് അല്ലായിരുന്ന കാലത്ത് ഈ മീഡിയാനെറ്റാണ് ഒത്തിരി കലാകാരന്മാർക്ക് അവസരങ്ങൾ കൊടുത്തത്. ഒത്തിരി റിയാലിറ്റി ഷോ നടന്നത് മീഡിയാനെറ്റാണ്. അപ്പം ആ ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഹാപ്പി ഓണം.